നമ്മുടെ പേഴ്സണൽ യൂസിന് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുത്തിട്ട് അവരത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി ആ ട്രാൻസാക്ഷൻ നടന്ന എമൗണ്ട് ബില്ല് പേ ചെയ്യാനാകുന്ന സമയം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയെന്ന് നമ്മളത് ഉപയോഗിച്ച് ബില്ല് പേ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ് കൂടി, അതേസമയം നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിക്ലെയർ ചെയ്ത ഇൻകവുമായിട്ട് മിസ്മാച്ച് വന്നത് മൂലം പ്രശ്നങ്ങൾ വന്ന 1-2 കേസുകൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഫസ്റ്റ് കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുകയും അവർ ആ ബില്ലടക്കാനായിട്ട് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരികയും ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു അനദർ വീഡിയോ. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റിലേറ്റീവ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ട്രാൻസാക്ഷൻ നടത്തി ആ എമൗണ്ട് ബില്ല് പേ ചെയ്യാറാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി അത് ഉപയോഗിച്ച് ബില്ല് അടക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നോർമലി ഒരു ഇൻകം ടാക്സ് പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അത് എപ്പോഴാണ് പ്രശ്നമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ്. വല്ലപ്പോഴും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്രണ്ട്സിന് വേണ്ടിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് വേണ്ടിയോ ട്രാൻസാക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരുവിധ പ്രശ്നം വരാനില്ല. പ്രശ്നം വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഈ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനല്ലാതെ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാങ്കിന്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രശ്നമാണ്. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്ത് വിടുന്നുണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി പോലും പേഴ്സണൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ബിസിനസ് കാറ്റഗറിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട്, ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ തന്നെ ബിസിനസ് ആവശ്യത്തിനായിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ തന്നെ പലപ്പോഴും നമുക്ക് ആ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്ത് കളയുന്ന ആ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാറ്റേണൊക്കെ വെച്ച് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. പലപ്പോഴും നമ്മുടെ ആവശ്യത്തിനായിട്ടല്ല അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ഇല്ലെങ്കിൽ റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചെടുക്കും. അവർ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ റിവാർഡ് പോയിന്റ് ഇല്ലെങ്കിൽ ക്യാഷ് ബാക്കിന് വേണ്ടി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ മിസ്യൂസ് ചെയ്തു എന്നായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കിട്ടിയ റിവാർഡ് പോയിന്റോ ക്യാഷ് ബാക്ക് അവർ തിരിച്ചെടുക്കും. രണ്ടാമതായിട്ട് കാർഡിൽ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറച്ചേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കാർഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പല കേസിലും കാർഡ് ബ്ലോക്ക് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് റെഡിറ്റിൽ പല ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്ത പല ഇൻസിഡൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വരുന്ന പ്രശ്നം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നമാണ്. നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട്. ഓൾറെഡി 2026 ഏപ്രിൽ 1 മുതൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ പാനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം എന്നാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പല കാറ്റഗറി ട്രാൻസാക്ഷൻസും IT ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതേപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മൾ ഡിജിറ്റലി പേയ്മെൻറ്റ് ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി ക്യാഷായിട്ടാണ് റീപേ ചെയ്യുന്നതെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അത് മൊത്തത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പല ട്രാൻസാക്ഷൻസും IT ഡിപ്പാർട്ട്മെൻറ്റിൽ SFT വഴി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പോർട്ടൽ ലോഗിൻ ചെയ്ത് അതിനകത്ത് AS ഡോക്യുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഇൻകോ ആയിട്ട് നിങ്ങളുടെ സ്പെൻഡിങ് മാച്ച് ആകുന്നില്ല. നിങ്ങൾ വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തി അത് ഓൾറെഡി ASൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസ് നമ്മൾ മാച്ച് ആവുകയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മൾ ക്യാഷ് ആയിട്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ പറഞ്ഞ രീതിയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് ലഭിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി അവർ അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് വല്ലപ്പോഴും ഒന്നുമല്ല, ആദ്യം പറഞ്ഞ രീതിയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വലിയ എമൗണ്ടൊക്കെ ഇട്ട് തരുന്ന സമയത്ത് നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻകമായിട്ട് നമ്മൾ ഇത് ഡിക്ലെയർ
ഡിക്ലെയർ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് വലിയ ഇൻകം വരുന്ന സമയത്ത് IT ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സോഴ്സ് നമ്മളോട് ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകമായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മളോട് അതിൻ്റെ പ്രൂഫ് ചോദിക്കും. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള 1-2 ഇൻസിഡൻസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. നമ്മളോട് അങ്ങനെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ ആ ഒരു അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ടായിട്ട് പരിഗണിച്ച എമൗണ്ട് അത് റിമൂവ് ആക്കി തരും. പക്ഷേ പ്രൂഫൊന്നും ഇല്ല, നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടാക്സബിൾ ഇൻകമായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പ്രശ്നം വരാതിരിക്കാനായിട്ട്. ഒന്നാമതൊരു കാര്യം, നോർമലി ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇങ്ങനെയുള്ള ഉപയോഗം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ തന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്ന സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്ഥിരമായിട്ട് അതും ഉയർന്ന 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന ഉയർന്ന വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി ചെയ്യുന്നവരാണെങ്കിൽ ഒന്നാമതായിട്ട് റെഗുലറായിട്ട് ചെയ്യാതിരിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കാർഡിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പണി കിട്ടാതിരിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ മൾട്ടിപ്പിൾ കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ കാർഡുകൾ മാറി മാറി ഉപയോഗിക്കാം. അതുപോലെ തന്നെ എമൗണ്ട്, വലിയ എമൗണ്ട് എന്നുള്ളത് ചില മാസങ്ങളിൽ കുറച്ച് ചെറിയ എമൗണ്ട് ആക്കി മാറ്റാം. അങ്ങനെ എമൗണ്ട്, ഫ്രീക്വൻസി, അങ്ങനെ അതിൻ്റെ ഒരു പാറ്റേണിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തി അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഒരിക്കലും ക്യാഷ് ആയിട്ട് വാങ്ങാതിരിക്കുക. എപ്പോഴും അത് ഡിജിറ്റലി തന്നെ വാങ്ങുക. ആർക്ക് വേണ്ടിയാണോ സ്പെൻഡ് ചെയ്തത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ അയക്കാനായിട്ട് പറയുക. കാരണം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാനത് കൊടുത്തതാണ്, കടം കൊടുത്തതാണ്, അതിൻ്റെ വാട്സപ്പ് ചാറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു എമൗണ്ട് തിരിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് പ്രൂഫ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാഷ് ആയിട്ടാണ് അത് വാങ്ങിയതെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് യാതൊരു പ്രൂഫും കാണുകയില്ല. സോ എപ്പോഴും ഡിജിറ്റലി തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ല് പേ ചെയ്യാനുള്ള എമൗണ്ട് കളക്ട് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൂഫും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രോപ്പറായിട്ടൊരു നരേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ UPI വഴിയൊക്കെ പണം അയക്കുമ്പോൾ അതിൻ്റെ അകത്ത് റിമാർക്സ് കൊടുക്കാനായിട്ട് സാധിക്കും. IMPS ആണെങ്കിലും RTGS ആണെങ്കിലും ഏത് തരത്തിലുള്ള പേയ്മെൻറ്റ് മോഡ് ആണെങ്കിലും അതിനകത്ത് ഒരു റിമാർക്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ആ പണം എന്തിനാണ് നമ്മൾ അയക്കുന്നത് എന്നുള്ളൊരു റിമാർക്സ് എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവർ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ബില്ല് പേ ചെയ്യാനായിട്ട് റീപേ ചെയ്യുന്ന സമയത്ത് അവരോട് അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ നരേഷൻ കൊടുക്കാനായിട്ട് പറയുക. റീപേയ്മെൻറ്റ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് റീഇംബേഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർഡ് എക്സ്പെൻസ് ആണെങ്കിൽ ഷെയർഡ് എക്സ്പെൻസ്, അങ്ങനെ പ്രോപ്പർ നരേഷൻ കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. റീഇംബേഴ്സ്മെൻറ്റ് ഒരിക്കലും ഒരു ടാക്സബിൾ ഇൻകം അല്ല. പക്ഷേ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു അൺയൂഷ്വൽ ആയിട്ട് പരിഗണിക്കുകയും നമ്മളോട് എക്സ്പ്ലനേഷൻ IT ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുകയും ചെയ്യും. അതിന് നമുക്ക് പ്രോപ്പറായിട്ട് പ്രൂഫ് ഉൾപ്പെടെ നമുക്ക് റീപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഇങ്ങനെയുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഫസ്റ്റ് കേസിൽ അദ്ദേഹത്തിന് കുറച്ച് എമൗണ്ടിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൂഫ് കൊടുത്തപ്പോൾ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്ത ആ ഒരു എമൗണ്ട് ഒഴിവാക്കി കൊടുത്തു. പക്ഷേ പ്രൂഫ് കൊടുക്കാൻ സാധിക്കാത്ത കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിന് പ്രൂഫ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ടാക്സബിൾ ഇൻകം ആയിട്ട് പരിഗണിക്കും. പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നോട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറകെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ 2 കേസിലും IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സമീപനം ഉണ്ടാകാത്തത് കൊണ്ട് അത് ട്രൈബ്യൂണലിലേക്ക് പോയി. സോ അങ്ങനെ നമ്മൾ ആ കേസിൻ്റെ പുറകെ പോകേണ്ടതായിട്ടും വരും. പിന്നെ IT റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ AS ഡോക്യുമെൻ്റ് കൂടി പരിശോധിക്കുക. അതിനകത്ത് ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇൻകം മാച്ച് ആവുന്നുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾ കാർഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു വ്യക്തി ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ച് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളല്ല നടത്തിയത്, നിങ്ങൾ കാർഡ് മറ്റുള്ള ഒരു വ്യക്തിക്ക് ഫ്രണ്ടിന് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോവില്ല. കാർഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ബാങ്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഒരു കാർഡ് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ്. സോ നിങ്ങളത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്താൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. സോ ലയബിലിറ്റി മുഴുവൻ നിങ്ങളുടേതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.